എടി ഋഷു, മൂട്ടില് സൂര്യൻ വന്ന് അടിച്ചാലും ഈ പെണ്ണ് എഴുന്നേൽക്കില്ല. എടി, പുതപ്പം മൂടി സുഖമായി കിടന്നുറങ്ങുന്ന അവളെ അവർ തട്ടി വിളിച്ചു. ഉം ഉറക്കത്തിലെന്ന പോലെ അവളൊന്ന് മൂളി. എടി, നിനക്കിന്ന് സ്കൂളിൽ പോകേണ്ടതല്ലേ? ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ ആണെന്ന് പറഞ്ഞിട്ട് സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഇങ്ങോട്ടല്ലേ നീ വരുന്നത്? വന്ന് കിടന്ന് പോത്ത് പോലെ ഉറങ്ങിക്കോ. എഴുന്നേറ്റ് ഇപ്പൊ സ്കൂളിൽ പോകാൻ നോക്ക് ഋഷു, ഇല്ലെങ്കിൽ ഞാൻ ക്രിസ്റ്റിയെ ഇപ്പൊ വിളിക്കും. അവളുടെ മമ്മിയുടെ വാക്കുകൾ കേട്ടതും അവൾ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു. പിന്നെ കണ്ണുകളൊന്ന് തിരുമ്മി അവരുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. നിന്റെ കാര്യം വല്ലാത്ത കഷ്ടമാ പെണ്ണെ. സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളെക്കാൾ കഷ്ടമാണല്ലോ നിന്റെ കാര്യം. ടീച്ചറായിട്ടും രാവിലെ എഴുന്നേൽക്കാനും സ്കൂളിൽ പോകാനും അവൾക്ക് മടി. ടീച്ചർമാരെ കണ്ട ഋഷു കുട്ടികളും പഠിക്കുന്നത്. നീ താമസിച്ച് സ്കൂളിലോട്ട് എന്നിട്ട് താമസിച്ച് വരുന്ന ഒരു കുട്ടിയെ നിനക്ക് എങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റും? പണ്ടത്തെ കാലത്തെ കുട്ടികളാണെങ്കിൽ ഒരക്ഷരം തിരികെ പറയില്ല എന്ന് വെക്കാം. ഇന്നത്തെ കുട്ടികളാണെങ്കിൽ തിരിച്ചു ചോദിക്കും, ടീച്ചർ ഇന്ന് താമസിച്ചല്ലേ വന്നതെന്ന്. അവളുടെ കട്ടിലിൽ കിടന്ന് പുതപ്പ് മടക്കി വെക്കുന്നതിനിടയിൽ അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, എൻ്റെ പൊന്നു മമ്മി, രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ ഇങ്ങനെ ഉപദേശം തുടങ്ങല്ലേ. അതും ആ കടുവയുടെ പേര് പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്തു. അവൾ അവരുടെ മുൻപിൽ കൈകൂപ്പി. ഞാനൊന്നും പറയുന്നില്ല, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്. ആ പിന്നെ, നീ അവനെ കടുവ എന്ന് വിളിക്കുന്നത് ഞാനൊരു ദിവസം അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർ ഭീഷണിയുടെ സ്വരത്തോടെ അവളെ നോക്കി പറഞ്ഞു. എൻ്റെ പൊന്നു മമ്മി, ചതിക്കല്ലേ. അല്ല, എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുക, എന്നെയാണോ അയാളെയാണോ മമ്മി പ്രസവിച്ചത്? അവൾ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. മതി മതി, വാചകം അടിക്കാതെ പോയി റെഡി ആവാൻ നോക്ക്. ഞാൻ അവനോടൊന്നും പറയാൻ പോകുന്നില്ല. ഒരു ദിവസം നീ അവനെ ഇങ്ങനെ വിളിക്കുന്നതെന്ന് അവൻ്റെ ചെവിയിലെത്തും. അന്ന് അവൻ്റെ കയ്യിൽ നിന്നും നല്ല വീക്ക് കിട്ടാതെ നീ സൂക്ഷിച്ചോ. അതും പറഞ്ഞ് അവർ അവളുടെ മുറിയിൽ നിന്നും താഴേക്ക് ഇറങ്ങിപ്പോയി. അവൾ പെട്ടെന്ന് തന്നെ ഒരുങ്ങി റെഡിയായി. ക്രിസ്മസ് സെലിബ്രേഷൻ ആയതുകൊണ്ട് അവൾ ഒരു ചുരിദാറായിരുന്നു ഇട്ടിരുന്നത്. എല്ലാവരും റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ഡ്രസ്സാണെന്ന് പറഞ്ഞതുകൊണ്ട് അവൾ റെഡ് ആൻഡ് വൈറ്റ് ചുരിദാർ തന്നെയായിരുന്നു. ഷോള് കഴുത്തിൽ കൂടി വെറുതെ ഇട്ടിരിക്കുകയായിരുന്നു. ഒരു കല്ലിൻ്റെ പൊട്ടും തൊട്ടിട്ടുണ്ട്. കൺമഷി കൊണ്ട് കണ്ണുകൾ വെറുതെ ഒന്ന് എഴുതിയിട്ടുണ്ട്. മുടി വെറുതെ അഴിച്ചിട്ടിരിക്കുകയായിരുന്നു. തൻ്റെ ബാഗും എടുത്ത് അവൾ താഴേക്കോടി. പപ്പ പോയോ മമ്മി? അവൾ ഓടി വന്ന് ഡൈനിങ് ടേബിളിൻ്റെ കസേരയിലേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു. ഞാൻ റെഡിയാകുന്നതേ ഉള്ളൂ മോളെ. അവൾ ചോദിക്കുന്നത് കേട്ടതും അയാൾ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു. എന്നെ കൂടി സ്കൂളിലൊന്ന് ഇറക്കിയേക്കണേ. അവൾ പറഞ്ഞതും അയാൾ പുഞ്ചിരിയോടെ തലയാട്ടി. നിനക്ക് രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങി റെഡിയായി സ്കൂളിലേക്ക് പോയിക്കൂടെ ഋഷു? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ധൃതി വെക്കേണ്ട കാര്യമുണ്ടോ? രാവിലെ മര്യാദയ്ക്ക് ഭക്ഷണം കൂടി കഴിക്കില്ല പെണ്ണ്. അവൾക്ക് വേണ്ടി 2 ചപ്പാത്തി പ്ലേറ്റിലേക്ക് വിളമ്പിക്കൊണ്ട് അവളുടെ മമ്മി പറഞ്ഞു. ഈ മമ്മിയെ വല്ല ഉപദേശം ആക്കേണ്ടതായിരുന്നു പപ്പ. ഉപദേശം തുടങ്ങിയ പിന്നെ നിർത്തില്ല. എങ്ങനെയാ പപ്പ ഇത്രയും വർഷമായി ഈ മമ്മിയെ സഹിച്ചത്? അവൾ അവരെ കളിയാക്കിക്കൊണ്ട് തൻ്റെ പപ്പയോട് ചോദിച്ചു. ഹാണടി, ഞാനൊരു ഉപദേശി തന്നെയാ. ഞാനൊക്കെ ഇല്ലാതാകുമ്പോൾ നീയൊക്കെ പഠിക്കും. അവർ തിരികെ പറഞ്ഞതും അവൾ ചിരിച്ചു. പിന്നെ എങ്ങനെയോ കഴിച്ചു എന്ന് വരുത്തിയതിനു ശേഷം അവൾ അവിടെ നിന്നും എഴുന്നേറ്റു. അപ്പോഴേക്കും അവളുടെ പപ്പയും റെഡിയായി ഇറങ്ങിയിരുന്നു. ഡൈനിങ് ടേബിളിന്റെ അടുത്ത് പാത്രങ്ങൾ ഓരോന്നും എടുത്തു വെക്കുകയായിരുന്ന അവളുടെ മമ്മിയുടെ കവിളിലൊന്ന് അമർത്തി ചുംബിച്ചതിന് ശേഷം അവൾ അവരോട് യാത്ര പറഞ്ഞ് പപ്പയോടൊപ്പം സ്കൂളിലേക്ക് തിരിച്ചു. ഷേ, ഈ ട്രാഫിക് ബ്ലോക്കിൽ വന്ന് കിടക്കാനായിരുന്നോ പപ്പ നമ്മൾ ഇറങ്ങിയത്? ഇന്നെങ്കിലും 5 മിനിറ്റ് മുമ്പ് സ്കൂളിലെത്താന്നാ കരുതിയത്. ഇതിപ്പോൾ 10 മണി കഴിഞ്ഞു. റോഡിൽ തിരക്കുകളൊക്കെ ആയത് കാരണം ട്രാഫിക് ബ്ലോക്കിൽ പെട്ടിരിക്കുകയായിരുന്നു അവരുടെ കാറ്. എൻ്റെ മാതാവേ, ഇന്ന് കടുവയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയത് തന്നെ. ആദ്യത്തെ ദിവസവും താമസിച്ചു, ഇന്നും താമസിച്ചു. ക്രിസ്മസ് പ്രോഗ്രാമിന് ടീച്ചേഴ്സ് എല്ലാം നേരത്തെ എത്തണമെന്ന് പ്രിൻസിപ്പൾ പ്രത്യേകം ഇന്നലെ പറഞ്ഞിരുന്നതാ. ഇന്ന് അങ്ങേര് സ്കൂളിൽ വരുമോ എന്തോ. വാച്ചിലേക്ക് നോക്കിയതിന് ശേഷം മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ നഖം കടിച്ചു. ബ്ലോക്ക് മാറിയതും അവളുടെ പപ്പ കാറെടുത്തു. എങ്കിലും 10:30 കഴിഞ്ഞതിന് ശേഷമാണ് അവൾ സ്കൂളിലേക്ക് എത്തിയത്. ഞാൻ ക്രിസ്റ്റിയെ വിളിച്ച് പറയണോ മോളെ? ലേറ്റായെന്ന് പറഞ്ഞ് അവൻ നിന്നെ ഇന്ന് വഴക്ക് പറയുവോ? അയാൾ സംശയത്തോടെ അവളോട് ചോദിച്ചു. അത് സാരമില്ല പപ്പ, ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. പപ്പ പൊയ്ക്കോ. കാറിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം അയാളോട് യാത്ര പറഞ്ഞിട്ട് സ്കൂളിലേക്ക് ഒരു ഒറ്റ ഓട്ടമായിരുന്നു അവൾ. ഓഫീസിലേക്ക് ചെന്നതും എല്ലാ ടീച്ചേഴ്സും സാറുമാരും സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്നതാണ് അവൾ കണ്ടത്. ഇതെന്താ, ആരും ഇന്ന് ക്ലാസ്സിലേക്ക് പോയില്ലേ? സംശയത്തോടെ വാച്ചിലേക്കൊന്ന് നോക്കിയതിന് ശേഷം അവൾ സ്റ്റാഫ് റൂമിന്റെ മുൻപിൽ ചെന്ന് നിന്നു. പിന്നെ തല പതിയെ അകത്തേക്കിട്ട് നോക്കി. എല്ലാവരും അവരവരുടെ സീറ്റിൽ തന്നെ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. അവൾ തൻ്റെ കൂട്ടുകാരി ആദരിയിരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കി. ഭ്രാന്തി, രാവിലെ ഒരുങ്ങിക്കെട്ടി വന്നിരിപ്പുണ്ടല്ലോ. അരവിന്ദ സാറും ബിജി ടീച്ചറും എല്ലാം വന്നിട്ടുണ്ട്. മാതാവേ, ഞാൻ മാത്രമാണല്ലോ ഇന്ന് താമസിച്ചത്. അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മുൻപിലേക്ക് നോക്കിയതും തൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ കൊണ്ട് ദഹിപ്പിക്കുന്ന അവനെ കണ്ട് അവളൊന്ന് ഉമിനീറിറക്കി. അവനൊരു വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമായിരുന്നു വേഷം. കയ്യിലിരിക്കുന്ന ബുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ടീച്ചർമാരുടെ അറ്റൻഡൻസ് ആണ് നോക്കുന്നതെന്ന്. അവൻ്റെ അടുത്ത് തന്നെ പ്രിൻസിപ്പാളും ഇരിപ്പുണ്ട്. അയാളുടെ നോട്ടവും തന്നിൽ തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി. വാതിൽക്കൽ വന്നു നിൽക്കുന്ന അവളെ കണ്ട് എല്ലാവരുടെയും കണ്ണുകൾ അവളിലേക്ക് നീണ്ടു.
ഈ എല്ലാവരെയും നോക്കി 32 പല്ലും കാണിച്ച് അവളൊന്ന് ചിരിച്ചു. എല്ലാവരും തൻ്റെ മുഖത്തേക്ക് ദയനീയമായിട്ടാണ് നോക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അതായത് ഇന്ന് സാറിൻ്റെ കയ്യിൽ നിന്നും അവൾക്ക് നന്നായിട്ട് കിട്ടുമെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു. അത് ചിന്തിച്ചതും അവളുടെ ചിരി താനേ നിന്നു. ഗെറ്റിൻ പെട്ടെന്നുള്ള ഒച്ച കേട്ടതും അവളൊന്ന് ഞെട്ടി. ഈ പെണ്ണിന് ഇത് ഇന്നെങ്കിലും ഒന്ന് നേരത്തെ വന്നൂടെ? ആതിര തൻ്റെ അടുത്തിരിക്കുന്ന സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ നോക്കി ചോദിച്ചു. അവൻ തൻ്റെ വിരലുകൾ താടിയിൽ വെച്ച് വാതിൽക്കൽ നിൽക്കുന്ന ഋഷുവിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. എന്താ? അകത്തേക്ക് കയറാനുള്ള അവൻ്റെ ഒച്ച കേട്ടതും അത് തന്നോട് തന്നെയാണോ എന്നുള്ള സംശയത്തോടെ അവൾ അറിയാതെ അവനോട് ചോദിച്ചു പോയി. അത് കേട്ടതും ദഹിപ്പിച്ചുള്ള ഒരു നോട്ടമായിരുന്നു ക്രിസ്റ്റി. അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൾ തൻ്റെ ബാഗുമായി ഓടിപ്പോയി സീറ്റിലേക്കിരുന്നു. ഇന്ന് നടക്കുന്ന ക്രിസ്മസ് പ്രോഗ്രാമിനെ പറ്റിയുള്ള മീറ്റിംഗ് ആയിരുന്നു ടീച്ചേഴ്സ് എല്ലാവരും കൂടിയിരുന്നത്. അവൾ തൻ്റെ സീറ്റിലേക്ക് പോയിരുന്ന ബാഗ് തുറന്ന് വെള്ളം എടുത്തു കുടിച്ചു. അതെല്ലാം ഒരു ചെറു ചിരിയോടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ബെന്നി. താൻ അവളെപ്പറ്റി പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന ബെന്നിയെ തന്നെ നോക്കി ആതിര. അവൾക്ക് എന്തൊക്കെയോ ഒരു സംശയം പോലെ തോന്നി. ഉടനെ തന്നെ ഋഷുവിനോട് പറയണമെന്നും ആതിര മനസ്സിൽ വിചാരിച്ചു. എന്നാൽ ക്രിസ്മസ് പ്രോഗ്രാമിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ക്രിസ്റ്റിയുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അവളിലേക്ക് നീണ്ടു. അവിടെ ദേഷ്യമാണോ മറ്റെന്ത് തരം വികാരമാണെന്ന് ആർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, എല്ലാവരും ക്ലാസ്സിലേക്ക് പോയി കുട്ടികളുടെ അറ്റൻഡൻസ് എടുത്തതിന് ശേഷം നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാമിന് ഓഡിറ്റോറിയത്തിലേക്ക് വരണം. അവൻ പറഞ്ഞതും ഋഷു ശ്വാസമൊന്ന് എടുത്തുവിട്ടു. താമസിച്ചു വന്നതിന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവളെ വഴക്കു പറഞ്ഞ് നാണം കെടുത്തു എന്നായിരുന്നു അവൾ കരുതിയിരുന്നത്. എന്നാൽ അവൻ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാഞ്ഞതും അവൾക്ക് വല്ലാത്ത ആശ്വാസം പോലെ തോന്നി. എല്ലാ ടീച്ചേഴ്സും സാറുമാരും അവരവരുടെ ക്ലാസ്സിലെ അറ്റൻഡൻസ് രജിസ്റ്ററും എടുത്ത് അവിടെ നിന്നും പോകാൻ തുടങ്ങി. ഋഷിക പെട്ടെന്ന് ഒച്ചയോടെ അവളുടെ പേര് വിളിക്കുന്നത് കേട്ടതും അവളൊന്ന് ഞെട്ടി. ക്ലാസ്സിലേക്ക് പോകാൻ നിന്ന എല്ലാവരും ഒരു നിമിഷം അവന്റെ മുഖത്തേക്ക് നോക്കി. ഋഷിക ഓഫീസിലേക്ക് വന്ന് എന്നെ കണ്ടിട്ട് ക്ലാസ്സിലേക്ക് പോയാൽ മതി. അവളുടെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തോടെ അവൻ പറയുന്നത് കേട്ടതും അവളുടെ നെഞ്ചിടിച്ചു. മറ്റുള്ള അധ്യാപകരെല്ലാം ദയനീയമായി അവളെ നോക്കി. കുഞ്ഞിനെ ഷീതുവിനെയും കൂട്ടി അവൻ നേരെ പോയത് വീട്ടിലേക്കായിരുന്നു. ഇതെന്താ, റയാൻ ഇന്ന് നേരത്തെ വന്നോ? അവന്റെ ബുള്ളറ്റ് വീടിന് മുൻപിൽ ഇരിക്കുന്നത് കണ്ടതും ചാർലി സംശയത്തോടെ അവന്റെ മമ്മിയോട് ചോദിച്ചു. ഊവ്, എന്താ പറ്റിയെന്നറിയില്ല. വന്ന പാടെ റൂമിൽ കയറി കഥകടച്ച് കിടപ്പാ. ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ തലവേദനയാണെന്ന് പറഞ്ഞു. പിന്നെ ഞാനും ഒന്നും ചോദിക്കാൻ പോയില്ല. ഇനി കോളേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്തോ? അവൻ്റെ മമ്മി സംശയത്തോടെ അവനെ നോക്കി പറഞ്ഞു. അല്ല, മോൾക്കിതെന്താ പറ്റിയത്? ഇവിടുന്ന് അങ്ങോട്ട് പോയതുപോലെ അല്ലല്ലോ. ഒരു സന്തോഷമില്ലായ്മ. ഷീതുവിൻ്റെ മുഖം വല്ലാതെ ഇരിക്കുന്നത് കണ്ട് അവൻ്റെ മമ്മി ചോദിച്ചു. അത് കേട്ട് ചാർലിയും അവളെ നോക്കി. ഒന്നുമില്ല മമ്മി, അത് രാവിലെ ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ക്ഷീണം പോലെ. അവൾ പെട്ടെന്ന് അവരെ നോക്കി മറുപടി പറഞ്ഞു. മമ്മി, അവൾക്ക് എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കി കൊടുക്ക്. അതല്ല, ഫുഡ് കഴിക്കുന്നെങ്കിൽ കഴിച്ചോ. നമുക്ക് കോളേജിലേക്ക് പോകണം അഡ്മിഷൻ എടുക്കാൻ. അവൻ ഷീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. വേണ്ട ചായ. റിയ വന്നോ മമ്മി? അവൾ സംശയത്തോട് ചോദിച്ചു. ഇല്ല മോളെ, ഇതുവരെ കൊച്ചു വന്നിട്ടില്ല. അവളും കൂടി വന്നിട്ട് ഫുഡ് കഴിക്കാം. അവൾ അവരെ നോക്കി മറുപടി പറഞ്ഞു. എങ്കിൽ ഞാൻ മോക്കുള്ള ജ്യൂസ് എടുക്കാം. അതും പറഞ്ഞ് അവർ അടുക്കളയിലേക്ക് നടന്നു. ഞാൻ അവനെ ഒന്ന് നോക്കിയിട്ട് വരാം. നീ പോയി മുഖമൊക്കെ കഴുകിയിട്ട് വാ. ചാർലി അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. അവൻ നേരെ റയാൻ്റെ മുറിയിലേക്കാണ് പോയത്. അവൻ ചെന്നതും ഡോർ ലോക്ക് ചെയ്യാതെ കിടക്കുകയായിരുന്നു മുറി. പതിയെ അവൻ ഡോർ തുറന്നു നോക്കിയതും ഒരു കൈ നെറ്റിയിലേക്ക് വെച്ച് മറുകൈ വയറിന് കുറുകെയും വെച്ച് ഉറങ്ങുന്ന അവനെയാണ് കണ്ടത്. ഇതാദ്യമായിട്ടുള്ള സംഭവമായതുകൊണ്ട് പതിവില്ലാത്തതായതുകൊണ്ടും അവൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ചാർലിക്ക് തോന്നി. ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അവനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചാർലി മുറിയിലേക്ക് പോയിരുന്നു. ചാർലി നേരെ പോയത് അവരുടെ മുറിയിലേക്കായിരുന്നു. അവൻ അവിടേക്ക് ചെന്നതും എന്തോ ആലോചനയോടെ ഇരിക്കുന്ന ഷീതുവിനെയാണ് കണ്ടത്. ഷീതു, അവൾ അങ്ങനെ ഇരിക്കുന്നത് കണ്ടതും അവൻ കുറച്ച് ദേഷ്യത്തിൽ വിളിച്ചു. അത് കേട്ടതും അവൾ ഞെട്ടി. എന്താ ഷീതു നിനക്ക്? നിന്നോട് ഞാൻ ഇവിടെ വന്ന് സ്വപ്നം കാണാനാണോ പറഞ്ഞത്? അത് അത് പിന്നെ അവൾ എന്ത് മറുപടി പറയണമെന്നറിയാതെ അവനെ നോക്കി. വേണ്ട, ഇനി അത് പറഞ്ഞ് നീ വിശദീകരിക്കണ്ട. ചെന്ന് ഫ്രഷായി വരാൻ നോക്ക്. അവൻ അത്രയും പറഞ്ഞ് അവൻ്റെ ഫോൺ റൂമിൽ ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങി. തൻ്റെ പെരുമാറ്റം അവന് ദേഷ്യമായെന്ന് അവൾക്ക് മനസ്സിലായി. ഇച്ചായ, അവളെ മൈൻഡ് ചെയ്യാതെ അവൻ അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവൾ പുറകിൽ നിന്നും അവനെ വിളിച്ചു. എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ തിരിഞ്ഞു നോക്കി. സോറി, അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ദയനീയമായി പറഞ്ഞു. ആ. അവനൊന്നും മിണ്ടാതെ ഒന്ന് മൂളിക്കൊണ്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങി. തന്നോട് അവനൊന്നും മിണ്ടാതെ പോകുന്നത് കണ്ട് അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. അവൾ സങ്കടത്തോടെ അവിടെ തന്നെ അവനെ നോക്കി നിന്നു. വാതിലിൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്ന് അവൻ തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ അപ്പോഴും സങ്കടത്തോടെ അവിടെ അവനെ നോക്കി നിൽക്കുന്നത് കണ്ടതും അവനും വിഷമം വന്നു. അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. അവനെ കണ്ടതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി.
നിന്റെ മനസ്സ് വേദനിക്കുമ്പോൾ എനിക്കും കൂടിയാ വേദനിക്കുന്നതെന്ന് നീ എന്താ ഓർക്കാത്തത് ഷീതു? ശരിയാ, നീ ഇന്ന് അവനെ കണ്ടതും അവൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിന്റെ മനസ്സിനെ വല്ലാതെ അലട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ നിന്റെ ഒപ്പമുണ്ടെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? അവൻ സംശയത്തോടെ അവളുടെ തോളിൽ ഒരു കൈ വെച്ചുകൊണ്ട് ചോദിച്ചു. ആ, ഉണ്ട്. അവൾ തിരിച്ച് അവനെ നോക്കി മറുപടി പറഞ്ഞു. പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? അവനെ എന്തിനാ നീ ഭയപ്പെടുന്നത്? അവൻ തിരികെ അവളോട് ചോദിച്ചു. എനിക്ക് എനിക്ക് അറിയില്ല ഇച്ചായ. ഹിസു, എൻ്റെ കുഞ്ഞ്, എനിക്ക് അതാ ഇച്ചായ ഭയം. എന്നെ ഇങ്ങനെ തളർത്തുന്നത് അവളുള്ളതുകൊണ്ടാ. എനിക്ക് പേടിയാ ഇച്ചായ. അയാൾ പറഞ്ഞതുപോലെ എൻ്റെ കുഞ്ഞിനെ സ്വന്തമാക്കാൻ അയാൾ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്കിപ്പോൾ ഭയമാണ്. അവൾ പേടിയോടെ കണ്ണുകൾ നിറച്ചു. അവളുടെ ആ അവലാതി, അതിലുപരി ഒരു അമ്മയുടെ ടെൻഷൻ, അതൊക്കെ എത്രത്തോളം ആണെന്ന് അവന് നന്നായിട്ട് അറിയാമായിരുന്നു. അവൻ തിരികെ ഒന്നും പറയാതെ അവളെ സമാധാനിപ്പിക്കാൻ എന്ന രീതിയിൽ അവളെ ചേർത്ത് പിടിച്ചു. ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഋഷു ക്രിസ്റ്റി പറഞ്ഞത് പ്രകാരം ഓഫീസിലേക്ക് ചെന്നു. അവളെ കാത്തുന്ന പോലെ അവൻ അവിടെ കസേരയിൽ ഇരിപ്പുണ്ടായിരുന്നു. മേയായി അവൾ കയറുന്നതിന് മുൻപേ വാതിൽ തുറന്ന് അവനോട് ചോദിച്ചു. യെസ്, അവൻ പറഞ്ഞതും അവൾ അകത്തേക്ക് കയറി. സർ, അത് പിന്നെ ഞാൻ ട്രാഫിക് ബ്ലോക്ക്. അവൻ എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. ഈ സ്കൂളിൽ 40 അധ്യാപകരും 10 അനധ്യാപകരും ഉണ്ട്. നീ ഈ പറഞ്ഞ വഴിയിലൂടെ അവരും രാവിലെ വന്നത്. അവരാരും ട്രാഫിക് ബ്ലോക്കിന്റെ കാര്യം എന്നോട് പറഞ്ഞില്ല. മാത്രമല്ല, കറക്റ്റ് സമയത്ത് അവർക്ക് സ്കൂളിൽ വരികയും ചെയ്തു. അപ്പം അതിനർത്ഥം എന്താ? അവർക്ക് രാവിലെ സ്കൂളിൽ പോകാൻ ഇറങ്ങി. നീയോ? അവൻ സംശയത്തോടെ അവളെ നോക്കി പുരുകം പൊക്കി. അത് പിന്നെ അവൾ എന്തു പറയണമെന്നറിയാതെ അവനെ നോക്കി. അവൻ ഇരുന്ന സ്ഥലത്തു നിന്നും എഴുന്നേറ്റു. അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. സർ. അവന്റെ നോട്ടവും അവളുടെ അടുത്തേക്ക് വരുന്ന വരവ് കണ്ടതും അവൾ പുറകിലേക്ക് മാറിക്കൊണ്ട് അവനെ നോക്കി വിളിച്ചു. എന്നാൽ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ അടുത്തേക്ക് തന്നെ നടന്നു. അവൻ വരുന്നതിനനുസരിച്ച് അവൾ പുറകിലേക്ക് മാറി ഒരു ഭിത്തിയിൽ തട്ടി നിന്നു. ക്രിസ്റ്റി അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്ന് ഇരു കൈകൾ കൊണ്ടും അവളെ തടഞ്ഞു വെച്ചു. സർ, എന്താ? അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. നീ എത്ര മണിക്കാ രാവിലെ എഴുന്നേറ്റത്? അവളുടെ മുഖത്തിന്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അത് പിന്നെ 6. അവൾ അവനെ നോക്കി. സത്യം, സത്യം മാത്രം പറയണം. അവനൊരു താക്കീതോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. പിന്നെ മമ്മി വിളിച്ചപ്പോൾ 7:30 കഴിഞ്ഞു കാണും. അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. നിനക്ക് എത്ര വയസ്സുണ്ട്? 24. അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി. നാളെ മുതൽ കറക്റ്റ് 7:30 ഞാൻ വരും. അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി. 7:30 ഒരുങ്ങി റെഡിയായി നിൽക്കണം. നാളെ മുതൽ നീ എന്നോടൊപ്പം ആയിരിക്കും സ്കൂളിലേക്ക് വരുന്നത്. നിന്നെ നേരത്തെ സ്കൂളിലേക്ക് വരുത്താൻ പറ്റുമോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവൻ പറഞ്ഞതും അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. രാത്രി എത്ര വേണമെങ്കിലും വൈകി കിടക്കാം, പക്ഷെ രാവിലെ എഴുന്നേൽക്കുന്നത് മാത്രം അവളെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യമായിരുന്നു. മാതാവേ, ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി. 7:30 ഇങ്ങേരി വരുമ്പോൾ ഞാൻ ഒരുങ്ങി റെഡിയായി നിൽക്കണമെങ്കിൽ 6 മണിക്കെങ്കിലും ഞാൻ എഴുന്നേൽക്കണം. എത്ര നാളായെന്നറിയോ 6 മണിയൊക്കെ ഞാൻ കണ്ടിട്ട്. അതോർത്തതും അവളുടെ മുഖം ചുളിഞ്ഞു. എന്താടി? അവളെന്തോ ആലോചിക്കുന്നത് കണ്ടതും അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഒന്നുമില്ല. പെട്ടെന്ന് അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. പിന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ടായിരിക്കണം നീ എൻ്റെ ഒപ്പം വരുന്നത്. അവൻ വീണ്ടും അവളോട് പറഞ്ഞതും അവൾ കണ്ണുകൾ മിഴിച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ? അവൻ്റെ മുഖം അവളുടെ അടുത്തേക്ക് അടുപ്പിച്ചു. ഒരു നൂഴിലെ വ്യത്യാസം പോലും ഇല്ലാതെ അവൻ്റെ മുഖം അവളുടെ ഫേസിലേക്ക് അടുത്തു. അവൾ തൻ്റെ കണ്ണുകളെ മുറുക്കി അടച്ചു. ചുണ്ടുകൾ വിറച്ചു. അവൻ അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളിലേക്ക് നോക്കി. അവളുടെ മാറുകൾ ഉയർന്നു താഴ്ന്നുകൊണ്ടിരുന്നു. കൈകൾ രണ്ടും അവൾ ഇട്ടിരുന്ന ടോപ്പിൽ അമർത്തിപ്പിടിച്ചു. അവൻ്റെ ഗന്ധം അവളിലേക്ക് അടിച്ചു കയറുന്നത് പോലെ വല്ലാതെ അടുപ്പിക്കുന്ന ഒരുതരം ഗന്ധം. അവളുടെ ഹൃദയമിടിപ്പ് കൂടി.